വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. മാത്രമല്ല, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്നു നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഓർമ്മിക്കുക, യേശുവാകുന്ന സദ്വാർത്ത നല്ല വാർത്തയെന്ന് വിളിക്കാനാവാത്ത വിധം സഹനത്തിൻ്റെതാണ്. അത് യേശുവിന് തന്റെ പിതാവിനോടും മനുഷ്യകുലം മുഴുവനോടുമുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. ക്രിസ്തുവിൽ ദൈവം ഓരോ മാനവ സാഹചര്യത്തോടുമുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയായിരുന്നു. അവിടുന്ന് പറയുന്നു, നാം ഒരിക്കലും തനിയെയല്ല. എന്തെന്നാൽ തന്റെ മക്കളെക്കുറിച്ച് നിരന്തര ജാഗ്രതയുള്ള ഒരു പിതാവ് നമുക്കുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഇത് ദൈവത്തിന്റെ വാക്കുകളാണ്. അവിടുത്തെ പ്രിയപുത്രനിൽ ഈ ദൈവിക വാഗ്ദാനം, ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും എന്ന വാഗ്ദാനം, നമ്മുടെ എല്ലാ ബലഹീനതകളെയും, നമ്മുടെ മരണത്തെ പോലും ആശ്ലേഷിച്ചു. ആ പ്രതീക്ഷ നമ്മെ നിരാശപ്പെടുത്തുകയില്ല. എന്തെന്നാൽ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുകയും മണ്ണിൽ വീണ വിത്തിൽ നിന്നും മുള പൊട്ടുന്നതുപോലെ നവജീവൻ പ്രാപിക്കുകയും ചെയ്യുന്നു. ലോകചരിത്രത്തിൽ പുതിയതായി സംഭവിക്കുന്ന ഓരോ ദുരന്തവും സുവിശേഷത്തിനുള്ള ഒരു രംഗസംവിധാനമായി തീരും. അരികിലെത്തുന്നതിനും അനുകമ്പാർദ്രമായ ഹൃദയമുയരുന്നതിനും ദൃഢനിശ്ചയമുള്ള മുഖങ്ങളും കരങ്ങളും പുനർനിർമ്മിതിക്കായി തയ്യാറാക്കുന്നതിനും സ്നേഹത്തിന്റെ പുതിയ വഴി കണ്ടെത്തുവാനും അതിടയാക്കും. അതുകൊണ്ട് സ്നേഹത്തിന്റെ യഥാർത്ഥ വഴി കണ്ടെത്തുന്നതിന് വൈമനസ്യം കാട്ടാതെ നാഥനോട് ചേർന്ന് പരിശുദ്ധാത്മാ നിറവിൽ പ്രവർത്തിക്കുവാനും എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളോരിടം ചേർത്തണയ്ക്കാൻ കരുണയുള്ള